ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. വൈശാഖമാത്മ്യം കിളിപ്പാട്ട് ഏകാദശാധ്യായം. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമദേവാ ദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുതാ ജയ. വംഗദേശാധിപതിയാകിയ കുചകേതു മംഗലശീലൻ ധർമ്മതത്പരൻ വിഷ്ണുഭക്തൻ അവനീ പരിപാലിച്ച അസംഖ്യകീർത്തിയ വാഴും. അവനു ഹേമകാന്തനെന്നൊരു പുത്രനുണ്ടായി. വിദ്യകളെല്ലാം ഗ്രഹിച്ചെത്രയും സമർത്ഥനായി വിദ്രുതം നായാട്ടിന്നു നടന്നു സേനയോടും. ദൃഷ്ടി ശാർദൂല സിംഹ കരടിയാദി സർവദുഷ്ടജന്തുക്കൾ തന്നെ വധിച്ചു നടക്കുമ്പോൾ ഉണ്ടായ പൈതാഹത്തെ കൊണ്ടവൻ വരുന്നേരം കണ്ടിതു മഹാമുനിമാരുടെ പർണശാല. ഇണ്ടൽ പൂണ്ടാശ്രമത്തിൽ പുക്കിതു നൃപബാലൻ കുണ്ഠതയോടും തത്ര നിന്നിട്ടും ഉണർന്നീല. ഉൾക്കാമ്പിയിലുദിച്ചോരു കോപത്തോടുര ചെയ്താൻ ധിക്കാരമിത്ര കണ്ടിലാരെയും കഷ്ടം കഷ്ടം. മുഖ്യനാമഹം പുനരിപ്രദേശത്തു വന്നാൽ സൽക്കരിച്ചിടാത്തോരോ താപസന്മാരെ ഇപ്പോൾ വൈകാതെ വധിക്കുന്നു മുതിർന്നു കുമാരനും കോപമോടപ്പോൾ. മുനിശ്രേഷ്ഠന്മാരേവം ചൊന്നാർ, കോപിക്ക വേണ്ട വൃഥാ ഭൂപതേ സമാധിയാൽ താപസജനമറിഞ്ഞില്ല നീ വന്നതെടോ. എങ്കിലോ നിങ്ങൾ സൽക്കാരാദികൾ ചെയ്തിടുന്നാൻ കിങ്കരോമ്യഹോ ഞങ്ങൾ പാരതന്ത്രന്മാരല്ലോ. എങ്കിലോ കൂട്ടത്തോടെ സംഹരിച്ചിടുവൻ ഞാൻ, ശങ്കയില്ലേതും മമ കാണേണം തപോഫലം. ഇത്തരമുര ചെയ്തു ശസ്ത്രങ്ങൾ തൂക്കിയിടിനാൻ ബദ്ധസന്താപം അങ്ങോട്ടോടിനാർ താപസന്മാർ. 300 ജനങ്ങളെ കൊന്നിതു മഹാപാപി. മന്നവ കിങ്കരന്മാർ ശാലകൾ തോറും പൊക്കു കണ്ടുള്ള പദാർത്ഥങ്ങളൊക്കെയും കവർന്നപ്പോൾ മിണ്ടാതെ നിന്നുകൊണ്ടാന്തനാം ഭൂപാലജൻ. ആശ്രമം തന്നിലുള്ളതെല്ലാമേ ഗ്രഹിച്ചവർ വിശ്രുതനായ ബാലൻ തന്നോടും കൂടിപ്പോയി. തൻപുരം ബുക്കു സുഖിച്ചിരിക്കും ദശാന്തരേ ദുഷ്കൃതിയായ സുതൻ ചെയ്ത വൃത്താന്തം കേട്ടു. പൂജനല്ലനീ ഈ പുത്രൻ ത്യാജ്യനെന്നോർത്തു ശീഘ്രം രാജ്യനിൻ നാട്ടിക്കളഞ്ഞിടിനാൻ സൂക്ഷ്മധർമ്മൻ. താതനും പുരവാസി ജനവും വെടിഞ്ഞപ്പോൾ കാതര ചിത്തത്തോടും കാടകം പൊക്ക നേരം പിന്നാലെ ബ്രഹ്മഹത്യാദോഷമൂർത്തികൾ ചെന്നു മന്നവ ബാലൻ തന്നെ പീഡിപ്പിച്ചിടും സദാ. ഭീതി കൂടാതെ ഒരു ദിക്കിലും നിന്നുകൂടാഞ്ഞ് ആദിയോടോരോ ദിശിവാണു പുക്കൊടിച്ചിടും. ബോധഹീനനാമവൻ വൃത്തിക്കു മുട്ടിയപ്പോൾ വ്യാധന്മാരോടും ചേർന്നു വസിച്ചാൻ ചിരകാലം. ഇങ്ങനെ 88 വത്സരം ചെന്ന കാലം അങ്ങൊരു ദിശി നിന്നു വൃദ്ധനാം വിപ്രശ്രേഷ്ഠൻ. അത്രിതാൻ എന്നല്ലോ നാമം അവനും തീർത്ഥങ്ങളെ തേടിക്കൊണ്ടാടിവാൻ നടക്കും ദശാന്തരേ. മാധവ മാസം തന്നിൽ മധ്യാഹ്നേ മഹാവനെ ആതപക്ലാന്തൻ നിഴലില്ലാതെ ദിക്കിൽപ്പെട്ടു. ദാഹവും ദീനം ഉഷ്ണം എന്നിവ സഹിയാഞ്ഞു മോഹിച്ചു ഭൂമോ പതിച്ചിടിനാൻ എത്ര കഷ്ടം. ഹാഹേരി നരരോധനം കേട്ടപ്പോൾ ഹേമകാന്തൻ സാഹസത്തോടു ചെന്നു കണ്ടിരു വൃത്തമെല്ലാം. ബ്രഹ്മപത്രങ്ങൾ കൊണ്ടു കുടയായി കുത്തിച്ചേർത്തു വിപ്രനു നൽ നിഴലുകൾ ഉണ്ടാക്കി നൃപോത്തമൻ. തന്നുടെ തോളിലുള്ള ചുരങ്ക പത്രതോയം ധന്യനാം ഭൂദേവന്റെ മൂർധനി വീഴ്ത്തിയിടിനാൻ. തന്നിഴൽ തന്നിൽ 2 നാഴിക കിടന്നപ്പോൾ വന്ന ശോകങ്ങളൊട്ടു ചുരുങ്ങി വിപ്രനപ്പോൾ. മന്ദമായെഴുന്നേറ്റു നടന്നു വിപ്രേന്ദ്രനും പിന്നെ ഭൂപതി തസ്മൈ ബ്രഹ്മപത്രാതപത്രം. ഭൂമിപാലകൻ ചിത്തമഴിഞ്ഞു നൽകിയിടിനാൻ ഭൂമിദേവനും ദീനം തീർന്നാശു ഗൃഹം പുക്കാൻ.
ഛത്രദാനത്തിൻ ഫലത്തെ കൊണ്ടു നൃപനുടെ ഹത്യാദോഷങ്ങൾ 3 ദൂരെ പോയാർ. മഹിമായേറും നൃപനെയുടനെ യമഭടർ ഗ്രഹിണിയാകും വ്യാധി തന്നാലെ പീഡിപ്പിച്ചു. ചണ്ടോ വേദനയോടു കൊണ്ടു പോവതിനായി ദണ്ഡിതർ ഭടന്മാരും മുതിർന്നു നിന്നിടിനാർ. ഘോരവേഷത്തെ പൂണ്ട സൗമി ദൂതരെ കണ്ടു ഭീരുത കലർന്നേറ്റം മയങ്ങിക്കിടക്കുമ്പോൾ ഛത്രദാനത്തിൻ പുണ്യം കൊണ്ടപ്പോൾ നാരായണം ചിത്തപത്മത്തിൽ സ്മരിച്ചിടുവാൻ യോഗം വന്നു. ദുർവഹ ഭീതിയോടും ധ്യാനിച്ചോരനന്തരം സർവജ്ഞമൂർത്തി ചിരിച്ചുടനെ അരുൾ ചെയ്തു. വൈശാഖേ മഹാമുനിക്കാകപത്രം നൽകി ക്ലേശത്തെ തീർത്ത നൃപൻ മൽഭക്തവരൻ തന്നെ. കാലഭൃത്യന്മാർ കൊണ്ടുപോകതിന്നാരംഭിച്ചു. കാലം വൈകാതെ വിരോധിച്ചു നീ വിശ്വക്സേന. തൽപിതാതന്റെ പക്കൽ കൊണ്ട് ചെന്നാക്കിയിടേണം. വായ്പേറും ബ്രഹ്മഹത്യാദോഷങ്ങൾ തീർന്നുവെന്നും ഞാൻ തന്നെ ചൊന്നേനെന്നു ബോധിപ്പിച്ചാശു. ഹേമകാന്തനെ വാഴിച്ചങ്ങുടനെ പോന്നാലും നീ എന്നരുൾ ചെയ്തവാറേ ചെന്നിതു. ഹേമകാന്തൻ തന്നെ പാർശ്വേ നിൽക്കും കിങ്കരന്മാരെ നീക്കി ഭഗവാൻ അരുൾ ചെയ്ത പോലെയുമാചരിച്ചു. ഭഗവൽ ഭക്തൻ കുശകേതുവോടെല്ലാം ചൊല്ലി നന്ദനഭിഷേകം ചെയ്തുടൻ കുശകേതു ചെന്നു കാനനെ വാണു മോക്ഷവും സിദ്ധിച്ചിതു. ഈ വണ്ണം തന്നെ മോക്ഷം സാധിച്ചു ഹേമകാന്തൻ. കേവലം കാലമേറ്റം ചെന്നിട്ടെന്നതേയുള്ളൂ. വൈശാഖ കർമ്മത്തിനു തുല്യത ഇല്ല ചൊൽവാൻ. ക്ലേശമില്ലനുഷ്ഠിപ്പാൻ അധികം ഫലം സിദ്ധം. പാപമാമിന്ധനങ്ങൾക്കഗ്നി വൈശാഖകർമ്മം. താപസഞ്ചയങ്ങൾക്കും ഇങ്ങനെ തന്നെ സഖേ. ധർമാർത്ഥകാമ മോക്ഷമെല്ലാമേ സാധിച്ചിടും. നിർമ്മലമതേ ചൊന്നേൻ അധ്യായം 11. ഇതി ശ്രീ വൈശാഖമഹാത്മ്യേ ഏകാദശോऽധ്യായഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമദേവ ദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ സൗരേ ദേവകീസുതാ ജയ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമോ നമഃ.